നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ജാവ പ്രോഗ്രാമിങ്ങിലെ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരേ പേരിലുള്ള ഒരുപാട് മെത്തേഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് വ്യത്യസ്തമാകണമെന്ന് മാത്രം. സോ ഉദാഹരണമായി ഞാനിവിടെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റാറ്റിക് റിട്ടേൺ ടൈപ്പ് ഇൻറ്റ്. മെത്തേഡിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നത് ഫൈൻഡ് സം എന്നാണ്. മെത്തേഡിനുള്ളിൽ ഞാൻ രണ്ട് പാരാമീറ്റേഴ്സ് ഡിക്ലെയർ ചെയ്യുന്നു. ഇൻറ്റ് എ ഇൻറ്റ് ബി. ശേഷം ഞാൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ആ രണ്ട് സംഖ്യകൾ കൂട്ടിയ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മുടെ മെത്തേഡിൻ്റെ പേര് ഫൈൻഡ് സം എന്നാണ്. ഇതിൽ നമുക്ക് രണ്ട് വേരിയബിൾ ഉണ്ട്. ഓക്കെ, രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ ഇനി അടുത്തതൊന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റാറ്റിക് റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ. മെത്തേഡ് നെയിം നമ്മൾ സെയിം കൊടുക്കുന്നു, ഫൈൻഡ് സം. ഇതിനുള്ളിൽ നമ്മൾ മൂന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇൻറ്റ് എക്സ് കോമ ഇൻറ്റ് വൈ കോമ ഇൻറ്റ് സെഡ്. ശേഷം നമ്മൾ ഈ മൂന്ന് വാല്യൂ കൂട്ടിയ ഒരു റിസൾട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഇൻറ്റ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇനി വീണ്ടും ഒരു മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റാറ്റിക്. ഇതിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഡബിൾ നമ്പറാണ്, ഡബിൾ പോയിൻ്റുള്ള നമ്പേഴ്സാണ്. ഫൈൻഡ് സം. സെയിം പേരാണ് നമ്മൾ കൊടുക്കുന്നത്. മെത്തേഡിൻ്റെ പേര് നമ്മൾ സെയിം കൊടുക്കുന്നു. ശേഷം നമ്മൾ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഡബിൾ സി കോമ ഡബിൾ ഡി. ശേഷം നമ്മൾ ഈ രണ്ട് വാല്യൂവിൻ്റെ തുക റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ സി പ്ലസ് ഡി. സോ ഇപ്പോൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് സം കാണുന്നതിനുള്ള മെത്തേഡാണ്. സോ അത് ഏത് സംഖ്യയായാലും നമുക്ക് കാണേണ്ടത് സം ആണ്. സോ ആദ്യം നമ്മളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു രണ്ട് വേരിയബിളിലോട് കൂടി. അതിൻ്റെ പേര് ഫൈൻഡ് സം. വീണ്ടും നമ്മൾ ഫൈൻഡ് സം എന്ന് പറയുന്ന സെയിം പേരിൽ മറ്റൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ അതിൽ മൂന്ന് പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. എക്സ് വൈ സെഡ്. ശേഷം അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഫൈൻഡ് സം എന്ന് പറയുന്ന ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളതിൽ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ ഈ തരത്തിൽ നമുക്ക് ഒരേ പേരിലുള്ള ഒരുപാട് മെത്തേഡ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു കണ്ടീഷൻ എന്നുള്ളത് അതിനുള്ളിൽ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് വ്യത്യസ്തമായിരിക്കണം. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരേ ഫംഗ്ഷനാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഒരേ പേര് തന്നെ ഉപയോഗിക്കാം. സോ നമുക്ക് ഇവിടെ എല്ലാം കാണുന്നത് നമ്മൾ സമ്മാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫൈൻഡ് സം എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് തന്നെ ഉപയോഗിക്കാം ഏതൊരു സംഖ്യയുടെ സം കാണുന്നതിനും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് വ്യത്യസ്തമായിരിക്കണം എന്ന് മാത്രം. സോ നമുക്ക് ഇതെങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി ഒരു ഇൻറ്റ് സം 1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിലോട്ട് ഫൈൻഡ് സം നമ്മൾ ആദ്യത്തെ ഈ രണ്ട് ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നു. എ എന്ന് 10 എന്ന് കൊടുക്കുന്നു, ബി 20 എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ ഇവിടെ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഏത് മെത്തേഡാണോ വേണ്ടത് അത് നമ്മുടെ പ്രോഗ്രാം പിക്ക് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ആദ്യം രണ്ട് വാല്യൂ കൊടുത്തപ്പോൾ ആ പ്രോഗ്രാമിന് മനസ്സിലായി രണ്ട് വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. സോ അത് ഇൻറ്റ് എ ഇൻറ്റ് ബി എന്ന് പറയുന്ന ആദ്യത്തെ ഫംഗ്ഷനാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇൻറ്റ് സം 2. അതിലോട്ട് നമ്മൾ മൂന്ന് വാല്യൂസ് കൊടുക്കുന്നു. രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമ്മളിവിടെ 2, 4, 6 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലായി നിങ്ങൾക്കിവിടെ കാണാം എക്സ് വൈ സെഡ് എന്ന് നമ്മുടെ പ്രോഗ്രാം പിക്ക് ചെയ്തു. സോ പ്രോഗ്രാമിന് മനസ്സിലാവും മൂന്ന് വാല്യൂ നൽകുകയാണെങ്കിൽ നമ്മൾ പിക്ക് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മെത്തേഡാണ്. ഇനി മൂന്നാമത്തത് ഒരു ഡബിൾ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഡബിൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സം 3. അതിലോട്ട് നമ്മൾ മൂന്നാമത്തെ മെത്തേഡിലെ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നു. സി ആൻഡ് ഡി. നമ്മൾ 3.56 കൊടുക്കുന്നത് പോലെ 6.89 കൊടുക്കുന്നു. സോ ഓട്ടോമാറ്റിക്കലി അത് ഇവിടെ നിങ്ങൾ കാണാം സി ഡി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അത് പാസ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി അത് പിക്ക് ചെയ്യുന്നു. അതിന് മനസ്സിലാവുന്നു നമ്മൾ പോയിൻ്റുള്ള നമ്പർ കൊടുക്കുകയാണെങ്കിൽ അത് ഏത് മെത്തേഡാണ് പിക്ക് ചെയ്യേണ്ടതെന്ന് പ്രോഗ്രാമിന് മനസ്സിലാവുന്നു. സോ ഇത്തരത്തിൽ നമ്മൾ മൂന്ന് വേരിയബിളിലോട്ട് ഈ മൂന്ന് മെത്തേഡിലെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി നമുക്കത് പ്രിൻറ്റ് ചെയ്യാം. എസ് ഔട്ട്. അത് സം 1, എസ് ഔട്ട് സം 2, എസ് ഔട്ട് സം 3. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം പ്രോഗ്രാം. സോ നമുക്കിവിടെ റിസൾട്ട് കിട്ടി. ആദ്യത്തെ എന്ന് പറയുന്നത് 10ഉം 20 ആയിരുന്നു, നമുക്ക് 30 കിട്ടി. രണ്ടാമത്തേത് മെത്തേഡ് എന്ന് പറയുന്നത് 2, 4, 6, നമുക്ക് 12 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി. മൂന്നാമത്തേത് 3.56 പ്ലസ് 6.89 നമുക്ക് 10.45 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി. സോ നമ്മളിവിടെ ചെയ്തത് ഈ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്തത് മൂന്നിനും സെയിം മെത്തേഡ് നെയിമാണ് നമ്മൾ കൊടുത്തത്. ഫൈൻഡ് സം എന്ന് പറയുന്ന സെയിം മെത്തേഡ് നെയിമാണ് കൊടുത്തത്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആണെന്ന് മാത്രം.
സോ അതുപോലെ നമ്മൾ ആർഗ്യുമെൻറ്റ് കൊടുക്കുന്ന സമയത്തും അത് ഡിഫറൻ്റ് ആണെന്ന് മാത്രം. നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റിനനുസരിച്ച് പ്രോഗ്രാം അത് പിക്ക് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ഓപ്ഷനെയാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് വിളിക്കുന്നത്.